എനിക്ക് ആത്മാർത്ഥമായിട്ടൊരു ചോദ്യമുണ്ട്. ഷിബിച്ചാൻ വ്യക്തമായിട്ട് എനിക്കൊരു ഉത്തരം തരണം. എന്റെ പൊന്നു ഷിബിച്ച, യേശു കർത്താവ് ഇന്ന് മനുഷ്യരൂപത്തിലാണോ എന്ന് സ്വർഗത്തിൽ ഉണ്ടെന്ന് പറയുന്നത്? അവിടെ പൊറോട്ട കൊടുക്കാനുണ്ടോ? എന്റെ പൊന്നച്ചായ, എനിക്കൊരു കൃത്യമായ ആൻസർ താച്ചാ. എനിക്കങ്ങ് വെപ്രാളം വെച്ചാ. എന്റെ ദൈവമേ, എനിക്കറിയാവുന്ന മനുഷ്യനോടെല്ലാം ചോദിക്കാൻ പറ്റും. എന്റെ ഗുരുനാഥനോടെല്ലാം എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ഒന്ന് ഗുരുനാഥൻ പറഞ്ഞ ഞാൻ കൃത്യ ഉത്തരം വേണം എന്നെ പേഴ്സണലി വിളിക്കാൻ, അന്നേരം പറഞ്ഞുതരാം. അതൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അതൊക്കെ ഡിവൈൻ മിസ്റ്ററീസ്. ചുമ്മാ ഞങ്ങളുടെ ക്ലാസ്സിൽ കഴിഞ്ഞതിന്റെ ഒരു 4 ആഴ്ച മുമ്പ് വളരെ വിശദമായിട്ട് ഈ കാര്യം പറഞ്ഞു. ചെറിയാച്ചനോട് വരും, പുള്ളി അവിടെ ഇരിപ്പുണ്ട്. ഇവന്മാര് പറയുന്ന പൊട്ടത്തരം കേട്ട് കുറച്ച് പൊട്ടത്തരം നിങ്ങൾ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കേട്ടോണ്ട് അവിടെ ചെന്ന് വീശരുത്. അവിടെ കേട്ടോണ്ടിരുന്നാ മതി. പൊട്ടത്തരം കേട്ടോണ്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്തിനാ മുടക്കാണെന്ന്. ഇപ്പൊ എന്നെ പോപ്പോയി വന്ന് ഇവിടെ എന്നെ ചാമ്പ്യച്ചിരിക്കുകയാണ്. എന്നാലാണ് ഇനി നിങ്ങൾ പോയി ചെന്ന് പറയരുത്. ഇതിപ്പോ നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ്. ഇത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല മോഹൻ മാസ്റ്റർ. വരിക, കേൾക്കുക, ചിരിക്കുക, പോവുക, അത്രേ ഉള്ളൂ. അപ്പുറത്തിരുന്ന് ഈ സിജോയും ഈ എന്താ പറയുന്നത്, ഇവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പ്രസിദ്ധലമ്പൂരൊക്കെ പറയുന്നത് കേട്ടാൽ ഈ മാംസരക്തങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം, ഈ യേശു കർത്താവ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മാംസരക്തങ്ങൾ അവകാശമാക്കത്തില്ലെങ്കിൽ ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവരാജ്യം സംബന്ധിച്ച് യേശു ക്രിസ്തുവിന് മനുഷ്യനെ അവകാശമാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ പറ്റി പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. യേശു കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, പ്രിൻസ് നിലമ്പൂരിന് മറ്റേനേക്കാളൊക്കെ ഇച്ചിരി കൂടി കാലം ബോധമുണ്ടെന്ന്. അവന് ബോധം. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ടും താൻ പ്രസംഗിച്ചതും തനിക്ക് മുന്നോടിയായി അല്ലെങ്കിൽ തന്റെ മുമ്പേ വന്ന യോഹന്നാൻ മരുഭൂമി വിളിച്ച് പറഞ്ഞത് എല്ലാം ഒറ്റ വിഷയമേ ഉള്ളൂ, ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം. അപ്പൊ ഇത് മാംസരക്തങ്ങളാണ് പ്രസംഗിച്ചത്. അപ്പൊ ഇവന്മാര് പറയുന്നത് മാംസരക്തങ്ങൾ ഇത് അവകാശമാക്കത്തില്ല, ഇവിടുന്ന് നമ്മൾ ചത്തു പൊങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വന്ന് കർത്താവ് വന്നിട്ട് കുഴിയിൽ നിന്ന് എഴുന്നേപ്പിച്ചിട്ട് പോയിട്ടാണ് ഇത് അവകാശം പ്രാപിക്കുന്നതെന്നാ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ അവകാശം പ്രാപിക്കുന്ന ഒരു കാര്യത്തെ കർത്താവിന് പറയേണ്ട കാര്യമുണ്ടോ? കർത്താവ് കൃത്യമായിട്ട് പറയുന്നത് എന്താണ് ദൈവരാജ്യം, എന്താണെന്ന്, നീതിയും സമാധാനവും പരിശുദ്ധ റൂഹായിലുള്ള സന്തോഷവും സമാധാനമാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതല്ലേ ദൈവരാജ്യം? ഇത് കർത്താവ് തന്നെ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ലെന്ന് ആണയിട്ട് പറഞ്ഞു. എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമല്ല. യുവന്മാർ ഐഹികമായ ഒരു രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം യെരുശലേമിൽ വന്ന് കസേരയിട്ട് ഇരുന്ന് ഭരിക്കുന്ന ഒരു രാജാവിനെയും കാത്തിരിക്കുകയാണ് ഇവന്മാര്. അത് യഹൂദന്മാരുടെ ഹോപ്പായിരുന്നു. അത് അവന്മാര് പോലും കളഞ്ഞു. കാരണം അത് ആ എസ്കറ്റോളജിക്കൽ ഹോപ്പ് എന്തായിരുന്നത് കൃത്യമായിട്ട് അവന്മാര് പറയുന്നുണ്ട്. എന്താണ് അവന്മാരുടെ എസ്കറ്റോളജിക്കൽ ഹോപ്പ് പോലും? മരിച്ചവരായിരുന്ന ഞങ്ങളെ ഉയർപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരു കൂട്ടത്തെ വീണ്ടും റീമാരേജ് ചെയ്യണം. അവരുടെ എസ്കറ്റോളജിക്കൽ ഹോപ്പ് അതായിരുന്നു. അല്ല, വീണ്ടും കൈക്കൊള്ളണം എന്ന് പറഞ്ഞ അതാണ് അവര് പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെയൊക്കെ വീണാലും ഇത് AD 70-ലാണല്ലോ വീഴുന്നത്. അല്ല, അത് ഇവര് പറയുന്നത് മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കിയതല്ലേ? അതെ, അത് ഈ കഴിഞ്ഞ ദിവസമൊക്കെ അവര് അങ്ങനെ തന്നെയാ പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. മാംസരക്തങ്ങള് ദൈവരാജ്യം അവകാശമാക്കുകയാണ്. കൊരിന്ത് ലേഖത്തിൽ കിടപ്പുണ്ട. കൊരിന്ത് ലേഖം 15-ാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട്. അവിടെ മാംസരക്തങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ടുണ്ട്. മാംസത്തിനും രക്തനും ജഡീകന് കാർണൽമാനോ പ്രാകൃതനോ ഇതൊന്നും തിരിച്ചറിവില്ല. കാരണം ആത്മീയന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ആത്മീയമായ ഒരു രാജ്യമാണ് കർത്താവ് പഠിപ്പിച്ചത്. എല്ലാം എന്താണ്? സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശം, അല്ലെങ്കിൽ ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊന്നും അല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്താ വെച്ചാൽ പറയണോ? അത് ഇതുവരെ ക്ലബ്ബോസിൽ ആരും ആ വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. ഇവർക്ക് ആർക്കും അറിയില്ല. ഇവര് ചുമ്മാ വിട്ടിട്ടാ പറഞ്ഞത്. അതൊന്നും അല്ല എന്റെ അർത്ഥം. എന്റെ അർത്ഥം മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദൻ എന്നാണ് അർത്ഥം. മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദൻ. നിങ്ങള് ഗലാത്യലേഖനം എടുത്ത് വായിച്ചു നോക്ക്. കർത്താവായ യേശുക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ പോവുകയോ ചെയ്യാതെ എന്ന് പറഞ്ഞാൽ I didn't consult Jewish elders or apostles. യഹൂദ പ്രമാണിമാരെയും ക്രിസ്ത്യൻ പ്രമാണിമാരെയും ഞാൻ കണ്ടില്ലെന്ന് പൗലോസ് പറയുന്നത്. അപ്പൊ മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദ മതം
തലത്തിൽ നിൽക്കുന്ന ആളുകളെയാണ് ഈ മാംസരക്തം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവരെ മാംസരക്തം എന്ന് വിളിക്കുന്നത് വെച്ചാൽ ഈ പരിച്ഛേദന നിമിത്തമാണ്. പരിച്ഛേദന ചെയ്യുമ്പോഴാണ് ഈ മാംസം കഷ്ണം കളയുകയും രക്തം ഒലിക്കുകയും ചെയ്യും. അതുകൊണ്ട് പരിച്ഛേദിതരെ വിളിക്കുന്ന വേറൊരു പേരാണ് ഈ മാംസരക്തം എന്നുള്ളത്. അപ്പൊ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ യഹൂദനായിട്ടിരുന്നാൽ നിനക്ക് ദൈവരാജ്യത്ത് വരാൻ പറ്റുക എന്നുള്ള അതിന്റെ അർത്ഥം. യഹൂദന്മാർക്ക് ദൈവരാജ്യം കിട്ടില്ല, ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. താങ്ക് യു ഐ ലവ് യു. അതൊക്കെ നേരിട്ട് കാണുമ്പോ ഒരു ബോണ്ട മേടിച്ചു തീർച്ചയായിട്ടും കൊണ്ടുപിടിക്കരുത്. ആരെങ്കിലും കേട്ടോ അടുത്തടിക്കുള്ള സ്കോപ്പായി. അടിക്കുന്നല്ല നമ്മള് ബാക്കി വന്ന് നിൽക്കുന്നവരല്ലേ. കൃത്യമായിട്ട് ബൈബിൾ പഠിക്കാൻ വേണ്ടി ലൈഫ് മുഴുവൻ ചെലവാക്കി അടിച്ചിട്ടാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല ചുമ്മാ തോന്നിയാസം പറഞ്ഞോണ്ട് നടക്കാൻ. അല്ല ഞാൻ ഷിബിച്ചാനും ഈ ഒരു ചിന്ത എന്റെ മണ്ഡലത്തിലോട്ട് മണ്ട കേറില്ലല്ലോ. ബാക്കിയെല്ലാം കേറുന്നതാണല്ലോ. എന്ത് പറ്റിയ ഇപ്പൊ കിട്ടിയില്ലേ? ഇതാണ് താങ്ക് യു. ഇനി ഈ സൃഷ്ടിപ്പിന്റെ കാര്യം, യേശുക്രിസ്തുവിന്റെ ശരീരം, യേശുക്രിസ്തു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് 4 കൊല്ലം നമ്മുടെ എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരൊന്നും പുറത്ത് ഇത് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. ഇനി നിങ്ങൾക്ക് ഇപ്പം ഏത് രൂപത്തിൽ ഇരിക്കുന്ന അറിയണമെങ്കിൽ വാട്സാപ്പ് വിളിച്ചാൽ പറയാം. കാരണം ഇതിപ്പോ റിലീസ് ചെയ്തല്ലോ, എല്ലാം ഒന്നും ഇവിടെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അന്നേരം എടുത്തോണ്ട് പോവാ. എന്നാ ചെയ്യാനാ? എന്നാലും സത്യം മൂടി വെക്കാൻ പാടില്ലല്ലോ ഷിബിച്ചേ, അത് പറയണ്ടേ? അങ്ങനെ സത്യം മൂടി വെക്കാൻ പാടില്ലല്ലോ, ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറട്ടേന്നേ. അങ്ങനെ അങ്ങനെ എല്ലാം ഒന്നും എല്ലാരും അറിയേണ്ട കാര്യമില്ലല്ലോ. അതെന്തിനാ എല്ലാരും അറിയാം? രഹസ്യം രഹസ്യം കൽപ്പിച്ചീശൻ, രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും. കേട്ടിട്ടുണ്ടോ അങ്ങനെ പാട്ട്? ഓ അത് മിസ്റ്ററി നമുക്ക് പൗരസ്ത്യ സഭകളൊക്കെ വെളിപ്പെടുത്തി രഹസ്യമാണ്. രഹസ്യം എനിക്ക് എന്റെ വീട്ടുകാർക്ക് എന്നാണ് പറയുന്നത്, അല്ല എല്ലാവർക്കും വേണ്ടത്. സ്വർഗാദിനാഥ മഹത്വമണാള അത് അങ്ങനെയല്ല കേട്ടോ. അത് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ചാണക്യ പറ ഷിബിച്ചേ, കേക്കണ്ട്. ചാണക്യ നമുക്ക് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ എല്ലാ തിരുവെഴുത്തുകളെയും നമ്മൾ പ്രഘോഷിച്ചു കഴിഞ്ഞു. ഇത് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാനുള്ളതല്ല. പിന്നെ ഇത് ഈ ചെറിയ മതം അങ്ങനെ രഹസ്യവും ഒന്നും അല്ല. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇപ്പൊ ഈ വ്യാഖ്യാനം ഇവന്മാർ ഈ വിട്ടിത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും. ഇതിന്റെ അർത്ഥം ഇത് നമ്മളിപ്പോ അവരെ വിളിച്ചിട്ട് കേറിക്കൊണ്ട് അളിയ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഇത് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ അവരുടെ ഒക്കെ റൂമിൽ പോയി ഞാനിതൊന്നും പറയാറില്ലല്ലോ. ഇവിടെ വന്നിപ്പോ ഒരാള് ചോദിക്കുമ്പോൾ നമ്മൾ പറയും. ഇപ്പൊ മോനച്ചൻ ഭാഷ അങ്ങനെ പറഞ്ഞ മോനച്ചൻ ഭാഷയുടെ ധാരണ ഇച്ചനെ കൂടെ ഒന്ന് ബെറ്റർ ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു കൊടുത്തത് അങ്ങനെയാണ്. കാരണം പുള്ളി ഞാൻ പഠിക്കും വെച്ചാ എനിക്കിത് കേട്ടിട്ട് വെച്ചാൽ അതിൽ ഞാൻ താങ്ക് യു പറഞ്ഞേ. എനിക്കിപ്പോ അറിയാത്തൊരു കാര്യം പറഞ്ഞു തന്നാൽ ഞാൻ അതിനകത്ത് മനസ്സിലാക്കാം. എനിക്ക് പെട്ടെന്ന് അത് പിടികിട്ടി. അച്ഛൻ പറഞ്ഞപ്പോഴേ അതിനകത്ത് എനിക്ക് ഗ്രാസ്പായി.